ഇപ്പോൾ ശ്രീ സുകുമാരൻ മേപ്പാടി വാർഡ് മെമ്പറാണ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുകുമാരൻ, വീണ്ടും ദുഃഖവാർത്തയാണ് വരുന്നത്. വയനാട്ടിൽ നിന്ന് തന്നെ ഇക്കുറി അട്ടമലയിൽ നിന്നാണ് വന്നത് ഈ വാർത്ത. ബാലൻ എന്നയാൾ മരിച്ചു എന്ന വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. താങ്കളുടെ പക്കൽ കൂടുതൽ വിശദാംശങ്ങളുണ്ടോ? ഇത് എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത്? അട്ടമല ഏറാട്ടുകുണ്ടിലെ ബാലൻ, 27 വയസ്സ്. അദ്ദേഹം ഇന്നലെ രാത്രിയാണ്, ഇപ്പൊ രാവിലെയാണ് ആൾക്കാർ കാണുന്നത്. ഇന്നലെ രാത്രിയാണ് ആന അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോ പല ശരീരത്തിന്റെ പല ഭാഗങ്ങളായി കിടക്കുന്നത് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇതൊരു സ്പോട്ടിൽ എത്തിയിട്ടില്ല. ഞാൻ ആ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാലത്ത് അവിടുന്ന് വന്നേ ഉള്ളൂ. ഇപ്പൊ അങ്ങോട്ട് തന്നെ തിരിച്ചിരിക്കുകയാണ്. അതാണ് കൃത്യമായിട്ട് അറിയില്ല. പോയി നോക്കിയാലും കൃത്യമായി പറയാൻ കഴിയും. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വിവരങ്ങളുണ്ടോ ശ്രീ സുകുമാരൻ? ഇതുവരെ നമുക്ക് അതിനെപ്പറ്റി ഒരു വിവരം കിട്ടിയിട്ടില്ല. അതങ്ങ് പോയാലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതായത് എത്ര മണിക്കാണ് എന്നുള്ളതിന്റെ ആ വിശദാംശമുണ്ടോ താങ്കളുടെ പക്കൽ? പകലല്ല, പകലോ ഇന്ന് കാലത്തോ അല്ല, രാത്രിയാണ് സംഭവം. ഇത് അദ്ദേഹം എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു എന്നറിയാമോ? അദ്ദേഹം ചിലപ്പോൾ ടൗണിലോട്ട് വന്ന് സാധനം മേടിച്ച് തിരിച്ചു പോവുകയായിരിക്കാം. ഈ മേഖലയിൽ കാട്ടാനയുടെ ഒക്കെ വലിയ ശല്യമുള്ള പ്രദേശമാണല്ലേ? തീർച്ചയായും നിരന്തരം വലിയ ശല്യമുള്ള ഒരു പ്രദേശമാണ് അട്ടമല പ്രദേശം. ആ ഭാഗങ്ങളൊക്കെ ആനയുടെ ശല്യങ്ങൾ മാത്രമേ, പുലിയുടെ ശല്യം വരെ ഉണ്ട്. ഇത് നിരന്തരമായിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എന്തെങ്കിലും നടപടിയിലേക്ക് പോവുകയുണ്ടായോ ശ്രീ സുകുമാരൻ? ഇതുവരെ ഇപ്പൊ നമുക്കൊന്നും ഒരു നടപടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തപ്പോ ഞാൻ യാത്രയിലാണ്. പിന്നെ കാര്യങ്ങൾ വിശദമായി പിന്നെ പറയാം. ഓക്കെ താങ്ക് യു ശ്രീ സുകുമാരൻ. അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേപ്പാടി വാർഡ് മെമ്പറാണ്. 27 വയസ്സുള്ള ബാലൻ എന്നയാളാണ്. ഇന്നലെ രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ അത് പല ഭാഗങ്ങളായി ഛിന്നഭിന്നമായി പോയി എന്ന വിവരം കിട്ടിയിട്ടുണ്ട് എന്നാണ് വാർഡ് മെമ്പർ സുകുമാരൻ നമ്മളോട് പങ്കുവച്ചത്. തുടർച്ചയായി വയനാട്ടിൽ നിന്നൊക്കെ ഇത്തരം വാർത്തകൾ വരുന്നു എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, 27 വയസ്സുള്ള ആളാണ് ബാലൻ. അദ്ദേഹം എങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ലാന്ന് തോന്നുന്നു. സുർജിത്തിന് ഇതറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് കണ്ടു നിന്നവരുണ്ടോ? അങ്ങനെ വിശദാംശങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരാൾ കാട്ടാന ആക്രമണത്തിൽ മരിച്ച് കിടക്കുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയും. തേയിലത്തോട്ടത്തിന് അടുത്താണ്, തേയിലത്തോട്ടത്തോട് ചേർന്നാണ് ഇങ്ങനെ ജഡം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തേയിലത്തോട്ടത്തിന് തൊട്ടടുത്താണ് ഇങ്ങനെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നമുക്കത് കാണിക്കാൻ വേണ്ടി കഴിയും. എന്തായാലും ഒരു തേയിലത്തോട്ടം അട്ടമലയിലേക്ക് പോകുന്ന റോഡിലാണ് ഇങ്ങനെ ഒരു അതിദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത വരുത്തുമെന്നുള്ളതാണ്. ആ മേഖലയിൽ ഈ നിരന്തരം കാട്ടാന ശല്യമുള്ള പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. ആ സ്ഥലത്തും ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ്. ആ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കാട്ടാന ഇറങ്ങി അവിടുത്തെ മൊത്തം തോട്ടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കണ്ടതുമാണ്. ആ പ്രദേശത്തിനടുത്താണ് ഈ അട്ടമല എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം തന്നെ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അതായത് ചൂരൽമല പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. ഇതെല്ലാം തന്നെ ദുരന്തം ഉണ്ടായിരുന്ന ഈ പ്രദേശമാണ്. ദുരന്തം സംഭവിച്ച പ്രദേശം, ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ബാക്കിപത്രമായി നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ അട്ടമല ഭാഗത്ത് ചില മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ജീവിക്കുന്ന ആളുകൾ അവിടെ ഒട്ടും സുരക്ഷിതത്വം ഇല്ലാത്ത വിധത്തിൽ തന്നെ പലരും കോളനികളിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ ദുരന്തം തുടർച്ചയായി രണ്ടാം ദിവസം ഇത്തരത്തിൽ ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്ര വലിയ ഒരു അവസ്ഥ തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു. ആ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. എന്തായാലും ഈ മേഖലയിൽ കാട്ടാന ശല്യം നിരന്തരമായുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണത്. കാരണം അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യം കൂടിയാണ്. ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. കാരണം കാട്ടാനയുടെ ശല്യം നിരന്തരമായി ആ പ്രദേശത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള വ്യക്തത വന്നിട്ടുള്ളതുമാണ്. എന്തായാലും ആ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഈ അട്ടമല മേഖലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ചൂരൽമലയോട് ചേർന്ന് കിടക്കുന്ന ബെയിലിപ്പാലം കടന്നു പോകുന്നത് അട്ടമലയിലേക്കുമാണ്. ആ അട്ടമലയിലാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ബാലൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്.